ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വാരം ഇന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സന്ദർശിക്കും. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് ശ്രീനഗറിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ശ്രീനഗറിൽ എത്തും. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, പഹൽഗാമുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ഇന്ന് കരസേനാ മേധാവി എപ്പോഴാണ് പഹൽഗാമിൽ എത്തുക? എപ്പോഴാണ് ഉന്നതതല യോഗം ചേരുക? ഒപ്പം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അതെപ്പോഴായിരിക്കും ബാലു? ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് ഈ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗറിൽ എത്തുന്നത്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗറിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ബൈസ്രൻ വാലി സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ കരസേന അറിയിച്ചിട്ടുള്ളത്. ജനറൽ ദ്വിവേദിക്കൊപ്പം നോർത്തേൺ കമാൻഡിന്റെ ലഫ്റ്റനന്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ മുതിർന്ന കരസേന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീനഗറിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിന്റെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ വിന്യാസം സംബന്ധിച്ചുള്ള ഈ ഉന്നതതല യോഗം നിലവിൽ വിളിച്ചു ചേർത്തിരിക്കുന്നതെന്നാണ് കരസേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളാണ് പല മേഖലകളിൽ നിന്നും, അതായത് ഈ ജമ്മു കാശ്മീരിൽ പൊതുവെ ഈ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കനത്ത സുരക്ഷാ ക്രമീകരണമാണ് ശ്രീനഗറിലും പഹൽഗാമിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും ഇന്ന് ഉച്ചയോടുകൂടി ശ്രീനഗറിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിന് ശേഷം അദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് ശക്തമായ പിന്തുണ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇന്നലെ വാഗ്ദാനം ചെയ്തിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് ജമ്മു കാശ്മീരിൽ നടത്തിയേക്കും, ശ്രീനഗറിൽ നടത്തിയേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ശക്തമായി നടക്കുന്നുണ്ട്. ഇന്നലെ ഈ ബൈസ്രൻ വാലിയിൽ NIA-യുടെയും അതുപോലെ തന്നെ CRPF-ന്റെയും സംയുക്ത പെട്രോളിംഗ് നടന്നിരുന്നു. പീർപ്പഞ്ചൽ മേഖലയിൽ കരസേനയുടെ പെട്രോളിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ഭീകരർ ഈ ഇന്ത്യ വിട്ടുപോയിട്ടില്ല എന്നതാണ്, അതായത് രാജ്യം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ അന്വേഷണ ഏജൻസികളുമൊക്കെ കരുതുന്നത്. ഏതായാലും ഈ ഭീകരരെ ഉടൻ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിവിധ അന്വേഷണ ഏജൻസികളൊക്കെ. കാര്യവും അത് തന്നെയാണ്.